അടുത്തതായി പഠിക്കാൻ പോകുന്ന പാനലാണ് ഡ്രോ പാനൽ. ഡ്രോ പാനലിലെ കമാൻഡ്സുകൾ ഉപയോഗിച്ച് 3D സോളിഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പോളിലൈൻ, സ്പ്ലെയിൻ, പോളിഗൺ, സർക്കിൾ, റെക്ടാങ്കിൾ തുടങ്ങിയ കമാൻഡ്സുകളെല്ലാം 2D സെക്ഷനിൽ പഠിച്ചു കഴിഞ്ഞതാണ്. 2D സെക്ഷനിൽ കമാൻഡുകൾ ഉപയോഗിച്ച പോലെയാണ് 3D സെക്ഷനിലും കമാൻഡുകൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഡ്രോ പാനലിലെ കമാൻഡുകൾ ഉപയോഗിച്ച് 3D സോളിഡുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായി നമുക്ക് സർക്കിൾ കമാൻഡിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിച്ച് ഈ സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റ് ചെയ്ത ഡ്രോയിംഗ് ഡിലീറ്റ് ചെയ്യുക. പോളിലൈൻ എന്ന കമാൻഡിന് തൊട്ടടുത്തായി 3D പോളിലൈൻ എന്ന കമാൻഡ് കാണാൻ സാധിക്കുന്നതാണ്. 3D സെക്ഷനിലെ ഡ്രോ പാനലിലാണ് 3D പോളിലൈൻ എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഒരു 3D പോളിലൈൻ ക്രിയേറ്റ് ചെയ്യാനാണ് 3D പോളിലൈൻ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് 3D പോളിലൈൻ എന്ന കമാൻഡിനെ കുറിച്ച് കൂടുതലായി പരിചയപ്പെടാം. അതിനായി 3D പോളിലൈൻ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. 3D പോളിലൈൻ എന്ന കമാൻഡ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഗ്രിപ്പ് പോയിന്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഗ്രിപ്പ് പോയിന്റിന് മുകളിലായി മൗസ് പോയിന്റർ പ്ലേസ് ചെയ്യുമ്പോൾ സ്ട്രെച്ച് വെർട്ടെക്സ്, ആഡ് വെർട്ടെക്സ്, റിമൂവ് വെർട്ടെക്സ് എന്നീ 3 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. വെർട്ടെക്സിനെ സ്ട്രെച്ച് ചെയ്യാൻ സ്ട്രെച്ച് വെർട്ടെക്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു. നമുക്ക് സ്ട്രെച്ച് വെർട്ടെക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അടുത്ത ഓപ്ഷനാണ് ആഡ് വെർട്ടെക്സ്. ആഡ് വെർട്ടെക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വെർട്ടെക്സ് ആഡ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. അടുത്തതാണ് റിമൂവ് വെർട്ടെക്സ്. വെർട്ടെക്സിനെ റിമൂവ് ചെയ്യാനാണ് റിമൂവ് വെർട്ടെക്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. റിമൂവ് വെർട്ടെക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വെർട്ടെക്സ് റിമൂവ് ആയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ എക്സ്ട്രൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അനുയോജ്യമായ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഡ്രോ പാനലിലെ മോർ കമാൻഡ്സ് വിസിബിൾ ആകുന്നതിനു വേണ്ടി ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡ്രോ പാനലിലെ മറ്റു കമാൻഡ്സുകളെ കാണാൻ സാധിക്കുന്നതാണ്. ഡ്രോ പാനലിലാണ് ഹെലിക്സ് എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 2D സ്പൈറൽ അല്ലെങ്കിൽ 3D സ്പ്രിംഗ് ക്രിയേറ്റ് ചെയ്യാനാണ് ഹെലിക്സ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഹെലിക്സ് എന്ന കമാൻഡിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. ഹെലിക്സ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബേസിന്റെ സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ബേസ് റേഡിയസ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് ടോപ്പ് റേഡിയസ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഹെലിക്സിന്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിൽ നമുക്കൊരു സ്പ്രിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2D സെക്ഷനിലും 3D സെക്ഷനിലും കോമൺ ആയിട്ടുള്ള പാനൽസ് ആണ് ഡ്രോ പാനൽ ആൻഡ് മോഡിഫൈ പാനൽ. ഡ്രോ പാനലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് മോഡിഫൈ പാനൽ. ക്രിയേറ്റ് ചെയ്ത 3D ഒബ്ജക്റ്റുകളെ മോഡിഫൈ ചെയ്യാനാണ് മോഡിഫൈ പാനലിലെ കമാൻഡ്സുകൾ ഉപയോഗിക്കുന്നത്. മോഡിഫൈ പാനലിലെ കമാൻഡ്സുകൾ ഉപയോഗിക്കേണ്ട രീതി 2D സെക്ഷനിൽ വിശദമാക്കിയതാണ്. മൂവ്, കോപ്പി, ട്രിം, റൊട്ടേറ്റ്, സ്കെയിൽ, ഓഫ്സെറ്റ്, റെക്ടാങ്കുലർ അറേ, ഫില്ലറ്റ് തുടങ്ങിയ കമാൻഡ്സുകളെല്ലാം തന്നെ 2D സെക്ഷനിൽ വിശദീകരിച്ച പോലെ തന്നെയാണ് 3D സെക്ഷനിലും ഉപയോഗിക്കേണ്ടത്. എന്നാൽ 3D സെക്ഷനിലെ മോഡിഫൈ പാനലിൽ അഡീഷണൽ കമാൻഡ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് അവ ഓരോന്നും പരിചയപ്പെടാം. ആദ്യമായി 3D മിറർ. ക്രിയേറ്റ് ചെയ്ത 3D സോളിഡിന്റെ മിറർഡ് കോപ്പി ചെയ്യാനാണ് 3D മിറർ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്.
3D മിറർ എന്ന കമാൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായി ബോക്സ് എന്ന കമാൻഡ് ഉപയോഗിച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം 3D മിറർ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. മിറർ പ്ലെയിന്റെ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം മിറർ പ്ലെയിന്റെ സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. ഈ രീതിയിലാണ് 3D മിറർ എന്ന കമാൻഡ് ഉപയോഗിക്കേണ്ടത്. മോഡിഫൈ പാനലിലെ അടുത്ത കമാൻഡാണ് 3D മൂവ്. 3D ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനാണ് 3D മൂവ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു 3D സോളിഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം 3D മൂവ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിലാണ് 3D മൂവ് എന്ന കമാൻഡ് ഉപയോഗിക്കേണ്ടത്. അടുത്ത കമാൻഡാണ് 3D അലൈൻ. 3D മിറർ എന്ന കമാൻഡിന് തൊട്ടു താഴെയായിട്ടാണ് 3D അലൈൻ എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുകളെ അലൈൻ ചെയ്യാനാണ് 3D അലൈൻ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. 3D അലൈൻ എന്ന കമാൻഡിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. അതിനായി ടോറസ് കമാൻഡ് ഉപയോഗിച്ച് ഒരു ടോറസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം 3D അലൈൻ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അലൈൻ ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. ഈ രീതിയിൽ പോയിന്റുകൾ സ്പെസിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് ഒബ്ജക്റ്റിനെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മോഡിഫൈ പാനലിലെ അടുത്ത കമാൻഡാണ് 3D റൊട്ടേറ്റ്. 3D ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനാണ് 3D റൊട്ടേറ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. 3D റൊട്ടേറ്റ് എന്ന കമാൻഡിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. അതിനായി ടോറസ് കമാൻഡ് ഉപയോഗിച്ച് ഒരു ടോറസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ പാനലിലെ 3D റൊട്ടേറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു റൊട്ടേഷൻ ആക്സിസ് പിക്ക് ചെയ്യുക. പിന്നീട് അനുയോജ്യമായ ആംഗിൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക. (135 ആംഗിളിൽ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വ്യൂസ് ചേഞ്ച് ചെയ്യാം. അതിനായി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് വ്യൂ കൺട്രോളിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ വ്യൂ കൺട്രോൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഒബ്ജക്റ്റ് 135 ആംഗിളിൽ റൊട്ടേറ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മോഡിഫൈ പാനലിലെ അടുത്ത കമാൻഡാണ് 3D സ്കെയിൽ.
3D ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാനാണ് 3D സ്കെയിൽ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് 3D സ്കെയിൽ എന്ന കമാൻഡിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. അതിനായി ബോക്സ് കമാൻഡ് ഉപയോഗിച്ച് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം 3D സ്കെയിൽ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കീബോർഡിലെ Enter കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് സ്കെയിൽ ആക്സിസ് പിക്ക് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ ഫാക്ടർ സ്പെസിഫൈ ചെയ്യുക. ഈ രീതിയിൽ 3D സ്കെയിൽ എന്ന കമാൻഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ പ്ലെയിൻ എന്ന കമാൻഡ് ആണ്. സെക്ഷൻ പാനലിലാണ് സെക്ഷൻ പ്ലെയിൻ എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഒരു 3D ഒബ്ജക്റ്റിനെ കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് സെക്ഷൻ ഒബ്ജക്റ്റായി ക്രിയേറ്റ് ചെയ്യാനാണ് സെക്ഷൻ പ്ലെയിൻ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഒരു 3D സോളിഡ് ക്രിയേറ്റ് ചെയ്ത് സെക്ഷൻ പ്ലെയിൻ എന്ന കമാൻഡിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. സെക്ഷൻ പ്ലെയിൻ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്ഷൻ ലൈൻ പോയിന്റ് സെലക്ട് ചെയ്യുക. അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഡിസ്പ്ലേയിൽ സെക്ഷൻ പ്ലെയിൻ ക്രിയേറ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ പ്ലെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രിപ്പ് പോയിന്റ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്താൽ സെക്ഷൻ പ്ലെയിൻ ഫ്ലിപ്പ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് സെക്ഷൻ പ്ലെയിൻ മൂവ് ചെയ്തു വെക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഗ്രിപ്പ് പോയിന്റ്സുകളുടെ സഹായത്തോടു കൂടി സെക്ഷൻ പ്ലെയിൻ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. സ്ലൈസ്, ബൗണ്ടറി, വോളിയം എന്നീ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായി സ്ലൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് സ്ലൈസ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതാണ് ബൗണ്ടറി. ബൗണ്ടറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെക്ഷൻ പ്ലെയിന്റെ ഒരു ബൗണ്ടറി കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് വോളിയം. വോളിയം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെക്ഷൻ പ്ലെയിന്റെ ഒരു വോളിയം കാണാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ പ്ലെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ, മോഡിഫൈ, അഡ്ജസ്റ്റ്, ജനറേറ്റ് എന്നീ പാനൽസുകൾ ഡിസ്പ്ലേ ആകുന്നതാണ്. ആദ്യമായി ഡിസ്പ്ലേ പാനൽ നമുക്ക് പരിചയപ്പെടാം. ഡിസ്പ്ലേ പാനലിലാണ് ലീവ് സെക്ഷൻ എന്ന കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ലീവ് സെക്ഷൻ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ലീവ് സെക്ഷൻ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്ഷൻ ഒബ്ജക്റ്റിനെ പൂർണ്ണമായും കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ലീവ് സെക്ഷൻ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. സെക്ഷൻ ഒബ്ജക്റ്റ് ഭാഗികമായാണ് കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു 3D സോളിഡിന്റെ സെക്ഷണൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ പ്ലെയിൻ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ മോഡിഫൈ പാനലിൽ റൊട്ടേറ്റ് 90 എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെക്ഷൻ പ്ലെയിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി അഡ്ജസ്റ്റ് പാനലിൽ പോവുക. നമുക്ക് സെക്ഷൻ ഓഫ്സെറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന രണ്ട് ആരോസിന്റെ സഹായത്തോടു കൂടി നമുക്ക് സെക്ഷൻ പ്ലെയിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ സെറ്റിംഗ്സ് എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുവാൻ ഡിസ്പ്ലേ പാനലിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. സെക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുകയാണ്. പാനൽ ഇൻക്രിമെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ് പാനലിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു അഡ്ജസ്റ്റ് പാനൽ ഇൻക്രിമെന്റ്സ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുകയാണ്.
ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഇൻക്രിമെന്റ് എന്നെഴുതിയതിന് തൊട്ടു താഴെയുള്ള റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അനുയോജ്യമായ വാല്യൂ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആയി ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് സ്ലൈസ് തിക്നെസ് ഇൻക്രിമെന്റ്. അനുയോജ്യമായ ഒരു സ്ലൈസ് തിക്നെസ് ഇൻക്രിമെന്റ് വാല്യൂ ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പാനലിനെ കുറിച്ച് പരിചയപ്പെടാം. അടുത്ത പാനലാണ് കോർഡിനേറ്റ്സ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. യൂസർ കോർഡിനേറ്റ് സിസ്റ്റം അഥവാ UCS, WCS അഥവാ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഐക്കൺ ആണ് UCS ഐക്കൺ. കോർഡിനേറ്റ് എന്ന പാനലിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. പ്രധാനമായും 3 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. UCS ഐക്കൺ ഒറിജിനിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഷോ UCS ഐക്കൺ അറ്റ് ഒറിജിൻ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷനാണ് ഷോ UCS ഐക്കൺ. വ്യൂ പോർട്ടിൽ UCS ഐക്കൺ ഷോ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് ഹൈഡ് UCS ഐക്കൺ. UCS ഐക്കണെ വ്യൂ പോർട്ടിൽ നിന്നും ഹൈഡ് ചെയ്യാനാണ് ഹൈഡ് UCS ഐക്കൺ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഹൈഡ് UCS ഐക്കൺ എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേയിൽ നിന്നും UCS ഐക്കൺ ഹൈഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും കോർഡിനേറ്റ്സ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതാണ് UCS ഐക്കൺ പ്രോപ്പർട്ടീസ്. UCS ഐക്കൺ പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. UCS ഐക്കൺ പ്രോപ്പർട്ടീസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു UCS ഐക്കൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള UCS ഐക്കൺ സ്റ്റൈൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2D, 3D. നമുക്ക് അനുയോജ്യമായ ഒരു UCS ഐക്കൺ സ്റ്റൈൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. UCS ഐക്കണിന്റെ ലൈൻ വിഡ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് UCS ഐക്കൺ സൈസ്. നമുക്ക് അനുയോജ്യമായ സൈസിൽ UCS ഐക്കൺ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ വാല്യൂ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സ് മൂവ് ചെയ്യുമ്പോൾ UCS ഐക്കൺ ചേഞ്ച് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡിഫോൾട്ട് UCS ഐക്കൺ സൈസ് 50 ആണ്. അടുത്തതാണ് UCS ഐക്കൺ കളർ. നമുക്ക് അനുയോജ്യമായ കളർ UCS ഐക്കൺ കളറായി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അനുയോജ്യമായ കളർ ഈ ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ലേഔട്ട് ടാബ് ഐക്കൺ കളർ. അനുയോജ്യമായ ലേഔട്ട് ടാബ് ഐക്കൺ കളർ ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഈ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കോർഡിനേറ്റ് പാനലിലെ അടുത്ത കമാൻഡിനെ കുറിച്ച് പഠിക്കാം. UCS named UCS. ഡിഫൈൻ ചെയ്ത യൂസർ കോർഡിനേറ്റ് സിസ്റ്റത്തെ മാനേജ് ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഈ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു UCS ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുകയാണ്. കറന്റ് UCS നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ഓർത്തോഗ്രാഫിക് UCS. സെറ്റ് ചെയ്ത UCS നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. UCS സെറ്റിംഗ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. UCS ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാൻ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കോർഡിനേറ്റ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതാണ് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം കറന്റ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റമായി സെറ്റ് ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഓരോ ആക്സിസിനെയും ബേസ് ചെയ്ത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. 3 തരത്തിലുള്ള ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. X ആക്സിസിനെ ബേസ് ചെയ്ത് UCS കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ Y ആക്സിസിനെ ബേസ് ചെയ്ത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നു. അടുത്തതാണ് Z ഓപ്ഷൻ. Z ആക്സിസിനെ ബേസ് ചെയ്ത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് പ്രീവിയസ്. പ്രീവിയസ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം റീസ്റ്റോർ ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഒറിജിൻ. ഒറിജിൻ പോയിന്റുകളുടെ സഹായത്തോടെ ഒരു യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാനാണ് ഒറിജിൻ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് Z ആക്സിസ് വെക്ടർ. Z ആക്സിസിനെ ബേസ് ചെയ്ത് കോർഡിനേറ്റ് സിസ്റ്റം അലൈൻ ചെയ്യാനാണ് Z ആക്സിസ് വെക്ടർ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് 3 പോയിന്റ്.
3 പോയിന്റ്സുകളുടെ സഹായത്തോടു കൂടി ഒരു പുതിയ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാനാണ് 3 പോയിന്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് വ്യൂ. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് 3 തരത്തിലുള്ള ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിലെ XY പ്ലെയിന്റെ സഹായത്തോടു കൂടി യൂസർ കോർഡിനേറ്റ് സിസ്റ്റം അലൈൻ ചെയ്യാനാണ് വ്യൂ എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത കമാൻഡാണ് ഒബ്ജക്റ്റ്. സെലക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി യൂസർ കോർഡിനേറ്റ് സിസ്റ്റം അലൈൻ ചെയ്യാനാണ് ഒബ്ജക്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫേസ് എന്ന കമാൻഡ്. ഒരു 3D സോളിഡ് ഫേസിന്റെ സഹായത്തോടു കൂടി UCS കോർഡിനേറ്റ് സിസ്റ്റം അലൈൻ ചെയ്യാനാണ് ഫേസ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്തതായി പഠിക്കാൻ പോകുന്ന പാനലാണ് വ്യൂ പാനൽ. കോർഡിനേറ്റ് പാനലിന് തൊട്ടടുത്തായിട്ടാണ് വ്യൂ പാനൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി സെറ്റ് ചെയ്ത വിഷ്വൽ സ്റ്റൈൽ, വ്യൂപോർട്ട് സ്റ്റൈൽ എന്നിവ നമുക്ക് ഈ പാനലിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അനുയോജ്യമായ വിഷ്വൽ സ്റ്റൈൽ കറന്റ് സ്റ്റൈലായി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് 3D നാവിഗേഷൻ. 3D നാവിഗേഷൻ എന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വ്യൂ മാനേജർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും നമുക്ക് അനുയോജ്യമായ വ്യൂ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന വ്യൂപോർട്ട് സ്റ്റൈൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ വ്യൂപോർട്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വ്യൂ പാനൽസിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. അടുത്ത പാനലാണ് സെലക്ഷൻ പാനൽ. പ്രധാനമായും 3 തരത്തിലുള്ള കമാൻഡ്സുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ കമാൻഡാണ് കട്ടിംഗ് ഒബ്ജക്റ്റ്. വ്യൂയിൽ നിന്നും ഹിഡൻ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഹൈലൈറ്റ് ചെയ്യാനാണ് കട്ടിംഗ് ഒബ്ജക്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇതൊരു സെലക്ഷൻ ഓപ്ഷനാണ്. അടുത്ത സെലക്ഷൻ ഓപ്ഷനാണ് നോ ഫിൽറ്റർ. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് മറ്റു സെലക്ഷൻ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന ഓപ്ഷൻസിൽ നിന്നും നമുക്ക് അനുയോജ്യമായ സെലക്ഷൻ മോഡ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് മൂവ് ജിസ്മോ. ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. 3D മൂവ്, 3D റൊട്ടേറ്റ്, 3D സ്കെയിൽ എന്നീ കമാൻഡ്സുകൾക്ക് ജിസ്മോ സെലക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ 3D മൂവ്, 3D റൊട്ടേറ്റ്, 3D സ്കെയിൽ എന്നീ കമാൻഡുകൾക്ക് ജിസ്മോ സെലക്ഷൻ വേണ്ട എങ്കിൽ നോ ജിസ്മോ എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ലെയേഴ്സ്, ഗ്രൂപ്പ്സ്, വ്യൂ എന്നീ പാനൽസുകളെ കുറിച്ച് 2D സെക്ഷനിൽ വിശദീകരിച്ചതാണ്. ഹോം ടാബിലെ പാനൽസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.